ഈ അടുത്ത് സംഗീത ലോകത്തുണ്ടായ മിക്ക വിവാദങ്ങളുടെയും തുമ്പത്ത് കാണാൻ കഴിയുന്ന ഒരേ ഒരു പേരാണ് സാക്ഷാൽ ഇളയരാജ. അതിന് കാരണങ്ങളുമുണ്ട്. ഇന്നിറങ്ങുന്ന സിനിമകളിൽ പോലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങളാണ് പിന്നണി പാടുന്നത്. ഇളയരാജയുടെ സംഗീതം കാലങ്ങൾക്ക് ശേഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം സമൂഹത്തിൽ ചർച്ചാ വിഷയമാകുന്നതിൽ ഔചിത്യക്കുറവ് കണ്ടെത്താൻ കഴിയില്ല. വിവാദങ്ങളുടെ പേരിൽ വിമർശിക്കുന്നവർ പോലും അദ്ദേഹത്തിന്റെ സംഗീതത്തെ ചെറുതായി ഒന്ന് കൂക്കി വിളിക്കാൻ പോലും ഭയപ്പെടും. അതാണ് ഇളയരാജ. അതാണ് ഇളയരാജയുടെ സംഗീതവും. 1000-ലധികം സിനിമകൾ, അവയിലെ 10,000-ഓളം പാട്ടുകൾ, അക്കങ്ങളുടെ കണക്ക് കൊണ്ട് ഇളയരാജയുടെ സംഗീതയാത്രയെ ചുരുക്കാൻ കഴിയില്ല. ഇളയരാജയുടെ ഒരു ഗാനമെങ്കിലും കേൾക്കാതെ ഒരു തമിഴ് ഗ്രാമവും ഉണരുന്നില്ല. അതില്ലാതെ തമിഴകത്തിന്റെ ഒരു ദിവസവും അവസാനിക്കുന്നതുമില്ല. അത്രമാത്രം രാജസംഗീതം തമിഴ് സംസ്കാരത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. എത്ര റഹ്മാനും എത്ര അനിരുദ്ധും ഒരുമിച്ച് വന്നാലും രാജ തമിഴ്നാട്ടിൽ ഇന്നും കിങ് തന്നെയാണ്. എന്നാൽ ദിവസവും 1 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന വൈഗാ ഡാമിലെ തോട്ടക്കാരിൽ നിന്ന് ഇന്ന് കാണുന്ന ഇളയരാജയിലേക്കുള്ള ദൂരം ഒരിക്കലും ചെറുതായിരുന്നില്ല. തന്റെ ആദ്യ പാട്ടിന്റെ റെക്കോർഡിങ്ങിന്റെ അന്ന് സ്റ്റുഡിയോയിൽ സംവിധായകനാലും നിർമ്മാതാവാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അപമാനിതനായാണ് രാജ സിനിമയിൽ ഹരിശ്രീ കുറിച്ചത്. സ്വന്തം ചെലവിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്താണ് അദ്ദേഹം അന്ന് പകരം വീട്ടിയതും. ഇതോടെ രാശിയില്ലാത്ത ആളാണ് രാജയെന്ന് സിനിമാ ലോകം ഒന്നാകെ വിധി എഴുതി. അതിനുശേഷം ഒരവസരം കിട്ടിയത് അന്നക്കിളി എന്ന ചിത്രത്തിലായിരുന്നു. രാജ റെക്കോർഡിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് റെഡി 1 2 3 എന്ന് പറഞ്ഞപ്പോഴേക്കും കറണ്ട് പോയി. ഈ ഭാഗ്യക്കേടിന് രാജ മറുപടി നൽകിയത് ആ ചിത്രത്തിലെ 6 പാട്ടുകളും ഹിറ്റാക്കിക്കൊണ്ടായിരുന്നു. അതോടെ ഇളയരാജ എന്ന സംഗീത സംവിധായകന്റെ ജൈത്രയാത്ര തുടങ്ങുകയായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1 വർഷം കുറഞ്ഞത് 33 സിനിമ എന്നതായിരുന്നു ഇളയരാജയുടെ കണക്ക്. ഏറ്റവും വിലപിടിപ്പുള്ള വാദ്യോപകരണങ്ങളും ഗായകരുമെല്ലാം ഇളയരാജയ്ക്ക് വേണ്ടി അണിനിരന്നു. ഗായകരുടെ കൂട്ടത്തിൽ SPBയുമായി ചേർന്നപ്പോൾ ഈണവും സ്വരവും വല്ലാത്തൊരു പാരസ്പര്യത്തോടെ കെട്ടിപ്പുണർന്ന അനുഭവമാണ് ശ്രോതാക്കൾക്ക് ലഭിച്ചത്. മലയാളത്തിലും തമിഴിലും നിർമ്മിച്ച 6 മണിക്കൂറാണ് മലയാള സിനിമ ആദ്യമായി കേട്ട ഇളയരാജ ഗാനം. എന്നാൽ മലയാളത്തിൽ മാത്രമായി സംഗീതം നൽകിയ സിനിമ വ്യാമോഹമാണ്. പിന്നീട് മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കുന്ന നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി ഇളയരാജ മാറി. അതിൽ കുട്ടിച്ചാത്തനും കാലാപാനിയും പഴശ്ശിരാജയും എല്ലാം ഉൾപ്പെടും. ഇവ കൂടാതെ എടുത്തു പറയേണ്ടത് ഗുരു എന്ന ചിത്രമാണ്. ഇളയരാജയുടെ സംഗീതം ചിത്രത്തിന് അനിർവചനീയമായ ചാരുത ഒരുക്കി കൊടുക്കുന്നു. ഹംഗറിയിലെ ബുഡാപെസ്റ്റ് സിംഫണി ഓർക്കസ്ട്രയാണ് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഗാനങ്ങളും അകമ്പടി സേവിച്ചത്. പശ്ചാത്തല സംഗീതം പൂർണ്ണമായും രാജ്യത്തിന് പുറത്ത് റെക്കോർഡ് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രവും ഗുരുവാണ്. സത്യത്തിൽ ഒരു കൂട്ടം മികച്ച ഗാനങ്ങളുടെ പെരുമഴയിൽ ഇളയരാജയുടെ പശ്ചാത്തല സംഗീതം വേണ്ടത്ര വാഴ്ത്തപ്പെടാതെ പോയിട്ടുണ്ട്. പാട്ടുകളില്ലാതെ പശ്ചാത്തല സംഗീതം മാത്രമായും ഇളയരാജ മലയാള സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഐക്കോണിക് BGM അടങ്ങിയ സാമ്രാജ്യമാണ് അത്തരത്തിലൊരു ചിത്രം. പിന്നീട് പഴശ്ശിരാജയുടെ പശ്ചാത്തല സംഗീതത്തിന് ദേശീയ അവാർഡും ഇളയരാജ കരസ്ഥമാക്കുകയുണ്ടായി. പരമ്പരാഗത വാദ്യോപകരണങ്ങൾക്കൊപ്പം സിംഫണിക് ഓർക്കസ്ട്രേഷൻ ഫലപ്രദമായി സംയോജിപ്പിക്കുകയാണ് പഴശ്ശിരാജയ്ക്കായി ഇളയരാജ ചെയ്തത്. അതും 18-ാം നൂറ്റാണ്ടിലെ ചരിത്രകഥയുടെ ആഖ്യാനമാണ് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെ. വിനോദയാത്രയാണ് ഇളയരാജ പശ്ചാത്തല സംഗീതം കൊണ്ട് മികച്ചതാക്കിയ മറ്റൊരു ചിത്രം. ഒരു ചെറിയ സിനിമയെ പശ്ചാത്തല സംഗീതം കൊണ്ട് എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതാണ് വിനോദയാത്രയിൽ കാണാൻ സാധിക്കുന്നത്. തമിഴിൽ മൗനരാഗവും നായകനുമെല്ലാം ഉള്ളപ്പോൾ തന്നെ സിഗപ്പു റോജാക്കളും ചില സമയങ്ങളും പോലുള്ള ചിത്രങ്ങളിലെ ഇളയരാജയുടെ സംഗീതം ആഘോഷിക്കപ്പെടാതെ പോകുന്നു. സിനിമാ സംഗീതത്തിന് പുറത്ത് അദ്ദേഹം നടത്തിയ ചില ശ്രമങ്ങളും സംഗീത പ്രേമികളുടെ വലിയ പ്രശംസയ്ക്ക് കാരണമായിട്ടുണ്ട്. 13 ദിവസം കൊണ്ടൊരുക്കി ലണ്ടനിൽ അവതരിപ്പിച്ച സിംഫണിയാണ് അതിലൊന്ന്. ഒരു ലോക റെക്കോർഡായിരുന്നു അതുണ്ടാക്കിയത്. ദളപതിയിലെ പാട്ടിന് BBC നൽകിയ അംഗീകാരവും ആഗോളവേദിയിൽ ഇളയരാജയെ ഇന്ത്യൻ സംഗീതത്തിന്റെ മുഖമാക്കി. ഈണങ്ങളെ അവയുടെ അഭൗമമായ ഒരു ഔന്നത്യത്തിലേക്ക് എടുത്തുയർത്തുന്നതാണ് ഇളയരാജ മാജിക്. റീമിക്സായും അല്ലാതെയും എല്ലാം തിരിച്ചു വരുന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇളയരാജ ഗാനങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. വിവാദം കൊണ്ട് വാടുന്നതല്ല അതിന്റെ പ്രൗഢി,
ആ സംഗീതം ഉള്ളിടത്തോളം കാലം ഇളയരാജ എന്ന സംഗീതത്തിനും ഒരു കാരണവശാലും അപ്രസക്തമാവുകയില്ല.